ഇതിപ്പോ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനലാണോ ഡോളാണെന്നും കണ്ടാൽ മനസ്സിലാവാത്ത അവസ്ഥയുള്ള. എന്ത് ക്യൂട്ടല്ലേ, അച്ചോടാ സീൻ. ഇങ്ങനെ ഇട്ട് കൊടുക്കുമോ ശരിക്കും ഫേസിൽ? ഇതുപോലത്തെ കുഞ്ഞുങ്ങളെ അമ്മമാരുണ്ടായി കമന്റ് ചെയ്യട്ടാ, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യണ കെയർ. എന്റെ കണ്ണ് നോക്കിയടാ. പിള്ളേർ ഇങ്ങനത്തെ വീഡിയോ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന്റെ വായുടെ അരികത്തൊക്കെ എന്തെങ്കിലും കൊണ്ടുപോയി അല്ലെങ്കിൽ വായിലേക്ക് കടിച്ച് കയറ്റി തുറപ്പാണ്. ഇതൊരു അറബിക് കൊച്ചാണ്. എന്തൊക്കെ ടൈപ്പ് മോയിസ്ചറൈസർ അല്ലേ നമ്മുടെ നാട്ടിലുണ്ട്. കുറച്ച് എണ്ണയും വാരത്തേക്ക് പൊത്തും. ഇത് ശരിക്കും ഏത് രാജ്യത്തുള്ളതായിരിക്കും? ബ്ലാക്ക് ഹെയർ ആണ്. ശരിക്കും പറഞ്ഞ് ഇങ്ങനെയുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഏതൊരു വലിയ ക്രൂരനായ മനുഷ്യന്റെ മനസ്സും അലിയോന്നാണ് ഉദ്ദേശിച്ചത്. എന്ത് സുന്ദരിക്കത്തില്ലേ ഈ തണുപ്പുള്ള രാജ്യത്തുണ്ടാവണ കുഞ്ഞുങ്ങളുടെ കണ്ണ് ശ്രദ്ധിച്ചിട്ടുണ്ട്. തണുപ്പുള്ള രാജ്യത്തിന്റെ പ്രശ്നമല്ല, അത് ആ ഒരു റീജിയനിൽ ഉണ്ടാവുന്ന പിള്ളേരുടെ കണ്ണ് ഇതേപോലെ പൂച്ചക്കണ്ണ് അടിപൊളിയായിരിക്കും. ഈ വീഡിയോ ഇങ്ങനെ കുറെ നേരം ഇരുന്ന് ഞാൻ കണ്ടതാണ്. മാറ്റാന്നൊന്നുമല്ല, കുറെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആ. ശരിക്കും പറഞ്ഞു അങ്ങനെ സുഖിച്ച് കിടക്കാണ്, ലയിച്ചു പോയവനാണ് തേച്ചപ്പോ. ഇതിപ്പോ എല്ലാ അമ്മമാരും ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റയിലൊക്കെ കിടപ്പുണ്ട് ഇതുപോലത്തെ സെയിം വീഡിയോസ്. ഈ ഫേസിൽ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുന്നത് എന്താ സംഭവം എന്ന് എനിക്കറിയാറില്ല. അറിയാവുന്ന ആൾക്കാർ കമന്റ് ചെയ്യും. നമ്മുടെ നാട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ട, ഒരു കുട്ടി ഉണ്ടായി അതിന്റെ ബാപ്റ്റിസം കഴിഞ്ഞതിന് ശേഷം മാത്രം അതിന്റെ ഫോട്ടോ എടുക്കുകയുള്ളൂ. അതുപോലെ നമ്മുടെ അച്ഛനമ്മമാർക്ക് പേടിയാണ്. ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നേഴ്സ് ആരെങ്കിലും കാര്യങ്ങൾ ഇത് ചെയ്യണ പരിപാടിയൊക്കെ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്. നിന്നെ കുളിപ്പിച്ചത് ഞാനായത് കൊണ്ടാണ് നിനക്ക് ഇത്ര സൗന്ദര്യം വന്നതെന്ന് ഞങ്ങളുടെ പണ്ടത്തെ അമ്മൂമ്മമാരൊക്കെ എടുത്തെടുത്ത് പറയും. പക്ഷെ അതിലൊന്നും കാര്യമില്ല. ഓൾറെഡി ജനിക്കുമ്പോഴേ ഭംഗിയുള്ള കുട്ടികളാണ്. എത്ര എണ്ണ ഇട്ടിട്ട് ഉരുട്ടി കുളിപ്പിച്ചാലും കൊച്ചുണ്ടാവുന്ന ഷേപ്പിലുണ്ടാവുള്ളൂ. നമ്മുടെ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞു കൊടുക്കും.